ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. കല്യാണ ദിവസം വീട്ടിലെ കല്യാണപ്പെണ്ണ് ഒളിച്ചോടിയാൽ എന്താണ് അവസ്ഥയെന്ന് നിന്റെ തന്തയും ഒന്നറിയട്ടെ പെണ്ണേ. പക്ഷേ നിന്റെ തന്ത എൻ്റെ അച്ഛനെ പോലെ ആത്മഹത്യ ചെയ്യോ? അത്രയും അഭിമാനിയാണോ നിന്റെ തന്ത? നിന്റെ ചെറിയച്ഛൻ എൻ്റെ സഹോദരിയെ വിളിച്ചിറക്കി കൊണ്ടുപോയത് ഇങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് നഷ്ടമായത് ഈ തറവാടിൻ്റെ നെടുംതൂൺ ആയിരുന്നു. കാശിയുടെ ചെറിയച്ഛൻ മഹാദേവൻ പരിഹാസത്തോടെ അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറയുകയാണ്. നീയാണ് എൻ്റെ മോൻ, ഈ കുടുംബത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റിയ മോൻ. മഹാദേവൻ രൂപേഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്. എന്ത് ലക്ഷ്യം നിറവേറ്റിയെന്നാണ് ചെറിയച്ഛൻ പറയുന്നത്? ദുർബലയായ ഒരു പെൺകുട്ടിയെ കള്ളപ്രണയം നടിച്ച് കൊണ്ടുവന്നത് ഇവൻ്റെ ആണത്തമായിട്ടാണോ കാണുന്നത്? അതുപോരാഞ്ഞ് അതിനെ വാഴ്ത്തിപ്പാടുകയാണോ ഈ വീട്ടിലെ മുതിർന്നവർ? ലജ്ജ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഇതാണോ തലമുറകളായി നിങ്ങൾ പറഞ്ഞു നടന്നിരുന്ന തറവാടിൻ്റെ മഹിമ? കണ്ണിൽ കത്തുന്ന കനലുമായി നെഞ്ചിലാളുന്ന അഗ്നിയുമായി ഗർജിക്കുകയാണ് കാശിനാഥ്. കാശി, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുക. ഇവൾ ശത്രു കുടുംബത്തിലേതാണ്. ശത്രുവായാലും മിത്രമായാലും നിസ്സഹായായ ഒരു പെണ്ണിനെ ചതിച്ചു കൊണ്ടുവന്നവനെ മാലയിട്ട് സ്വീകരിക്കുന്നത് ഏതു നാട്ടു നടപ്പാണച്ചാ? ഇതൊരു പെണ്ണാണ്. പെണ്ണുങ്ങളെ പഠിപ്പിക്കേണ്ട നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? കാശിയുടെ ഗർജനം കേട്ടതും ദുർഗ അവനെ ഉറ്റുനോക്കി. തനിക്ക് വേണ്ടി ഒരാളെങ്കിലും സംസാരിച്ചല്ലോ എന്ന ആശ്വാസം അവൾക്ക് വന്നു. കാശി, നീ ഇതിലിടപെടേണ്ട. രൂപേഷ്, ഇത് ശരിയല്ല. എന്ത് ശരിയല്ല കാശി? ഇവളുടെ ചെറിയച്ഛൻ നമ്മുടെ കുടുംബത്തിൽ കയറി ചെയ്തതും ഇത് തന്നെയല്ലേ? പ്രണയിച്ച് ചാടിച്ചു കൊണ്ടുപോയില്ലേ? ഞാനും അത് തന്നെ ചെയ്തേ ഉള്ളൂ. നിനക്ക് പ്രണയം എന്ന വാക്ക് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? രൂപേഷ്, നീയെ ചതിച്ചതാണ്. പ്രണയ നാടകം കളിച്ച് ഈ പെൺകുട്ടിയെ ചതിച്ചു കൊണ്ടുവന്നതാണ്. നീ ചെയ്തതും ഇവളുടെ ചെറിയച്ഛൻ ചെയ്തതും വ്യത്യാസമുണ്ട് രൂപേഷ്. നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. കാശി ദുർഗയുടെ കയ്യിലേക്ക് പിടിച്ചതും രൂപേഷ് ചീറിക്കൊണ്ട് കാശിയുടെ അടുത്തേക്ക് വന്നു. കാശി അവൻ്റെ ചെവികിടം നോക്കി ഒന്ന് കൊടുത്തു. ഈ കാശി നിൽക്കുന്നത് ധർമ്മത്തിൻ്റെ കൂടെയാണ്, അനീതിയുടെ കൂടെയല്ല. അത് ഓർത്തോ എല്ലാവരും. കാശി തീപാറും കണ്ണുകളോടെ എല്ലാവരെയും നോക്കി ദുർഗയെയും കൂട്ടി പുറത്തേക്ക് നടന്നു. ഇതെല്ലാം കണ്ട് വീട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എന്നെ വീടിൻ്റെ അടുത്ത് ഇറക്കിയാൽ മതി. കാശി ഡ്രൈവിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മൗനം ഭേദിച്ചുകൊണ്ട് ദുർഗയുടെ ശബ്ദം പുറത്തേക്ക് വന്നത്. എന്തിന് വീട്ടിലിറക്കിയാൽ എന്താണ് പ്രശ്നം? അവൻ ഗൗരവത്തിൽ തന്നെ മുന്നോട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു. വേണ്ട, വീട്ടിലിറക്കണ്ട. അവിടെയുള്ളവർ നിങ്ങളെ ഉപദ്രവിക്കും. അപ്പോൾ നിന്നെയോ? അതെനിക്കറിയില്ല. അവൾ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഏങ്ങിപ്പോയി. എന്തിനെന്നെ സഹായിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ശത്രുവല്ലേ? ശത്രുത തീർക്കേണ്ടത് നേർക്ക് നേരാണ്, അല്ലാതെ വീട്ടിലുള്ള പെൺകുട്ടിയെ വെച്ച് പക തീർക്കേണ്ടത്. പെണ്ണുങ്ങൾ സംരക്ഷിക്കേണ്ടത് ഓരോ ആണിൻ്റെയും കടമയാണ്. ഞാൻ അതുമാത്രമേ ചെയ്യുന്നുള്ളൂ. ചെക്കനും കൂട്ടരും പോയതോടെ വടക്കേടത്തുള്ളവരെല്ലാം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. കാരണവർ ജഗന്നാഥൻ സിറ്റൗട്ടിലെ കസാരയിലേക്ക് അവശതയോടെ ചാരിക്കിടന്നു. കൃഷ്ണൻ നായർക്ക് മകളോടുള്ള ദേഷ്യം അടങ്ങുന്നില്ല. കൂടെ ദുഃഖവും പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല. ഈ സമയമാണ് കൗസല്യ എരുതിയിൽ എണ്ണ ഒഴിക്കാനെന്ന പോലെ കയറി വരുന്നത്. കൗസല്യ വടക്കേടത്തെ രാജ്ഞിയാണെന്നാണ് അവരുടെ ധാരണ. എല്ലാ കാര്യത്തിലും ഇടപെട്ട് അച്ഛനെയും അനിയന്മാരെയും നാത്തൂന്മാരെയും ചൊൽപ്പടിക്ക് കൊണ്ടു നടക്കുന്ന സ്ത്രീ. അവരുടെ വാക്കിന് ആർക്കും എതിരഭിപ്രായമില്ലായിരുന്നു ആ തറവാട്ടിൽ. എപ്പോഴും കെട്ടി ഒരുങ്ങി നടക്കുന്ന ഒരു താടക. ഒത്തവണ്ണവും ഉയരവുമുള്ള 58 അടുത്ത പ്രായമുള്ള സ്ത്രീ. എന്താ കൃഷ്ണ ഇങ്ങനെ ഇരിക്കുന്നത്? പോയി അന്വേഷിച്ചു കൊണ്ടുവാ ആ മൂദേവിയെ. കൊന്നു തള്ളു അതിനെ. കുടുംബത്തിന് പേര് ദോഷം വരുത്തി വെച്ചിരിക്കുന്നു. എങ്ങനെ ആകാതിരിക്കും? ചെറിയച്ഛൻ്റെ പാത പിന്തുടർന്നതാകും. ഇതാ ഇവളുടെ കൂടെയല്ലേ സഹവാസം? ദുർഗയുടെ ചെറിയച്ഛൻ കാർത്തികിൻ്റെ ഭാര്യ നിർമ്മലയെ നോക്കി പുച്ഛിച്ചുകൊണ്ടാണ് ആ സ്ത്രീയുടെ പ്രസംഗം. കൃഷ്ണൻ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി ഇരിപ്പാണ്. രേണുക റൂമിലിരുന്ന് കരച്ചിലാണ്. ശരണ്യ അവളുടെ കൂടെ തന്നെയുണ്ട്. ഈ സമയമാണ് കാശിയുടെ താർ വടക്കേടത്തെ പടി കടന്നു വരുന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ കണ്ടതും കൗസല്യക്ക് കലി കയറി. അവർ ചുമരിൽ തൂക്കിവെച്ച ഹണ്ടിങ് ഗൺ എടുത്തുകൊണ്ടുവന്ന് ദുർഗക്ക് നേരെ ചൂണ്ടി. കൊല്ലണമെങ്കിൽ എന്നെ കൊല്ല്. ഈ കുട്ടിയെ കൊണ്ടുപോയത് എൻ്റെ വീട്ടിലേക്കാണ്. ഞങ്ങളാണ് തെറ്റുകാർ. കാശി ദുർഗക്ക് മുന്നിലായി കൈ രണ്ടും ഇരു സൈഡിലേക്ക് വിടർത്തി നിന്നുകൊണ്ട് പറഞ്ഞു.
കൗസല്യക്ക് മുന്നിൽ ആരായാലും വേണ്ടില്ല, അവരുടെ കലി തീരണം, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിലേക്കാണ് നിർമ്മല കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത്. അയ്യോ ചേച്ചി വേണ്ട, എൻ്റെ വല്യേട്ടൻ്റെ ഒരേ ഒരു മകനാണ്. കാർത്തിയേട്ട, ആ തോക്ക് വാങ്ങിവെക്ക്. നിർമ്മല നിലവിളിച്ചുകൊണ്ട് കാശിയുടെ മുന്നിലേക്ക് നിന്നതോ കൗസല്യ വെടിവെച്ചതും ഒപ്പമാണ്. എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. ആ സ്ത്രീ യാതൊരു കൂസലുമില്ലാതെ തിരിഞ്ഞു നടന്നു. പിന്നെ അവിടെ മകൻ കൂട്ടക്കരച്ചിലായിരുന്നു. വടക്കേടത്തെ വീട്ടിലുള്ളവരെല്ലാം ICUവിൻ്റെ മുന്നിലുണ്ട്, കൗസല്യയും ദുർഗയും ദർശനയും കൃഷ്ണനും ഒഴിച്ച്. കാശി അവശതയോടെയും അതീവ ദേഷ്യത്തോടെയും വെളിയാർനിലം വീട്ടിലേക്ക് കയറിയപ്പോൾ കാണുന്നത് ഇത്രയും പ്രശ്നമുണ്ടാക്കിയിട്ടും യാതൊരു ആവലാതിയുമില്ലാതെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന രൂപേഷിനെയാണ്. കാശിക്ക് ദേഷ്യം പിടിച്ചു വെക്കാനായില്ല. അവനെ വലിച്ച് താഴേക്കിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. കാശി! സദാശിവൻ അവനെ വിളിച്ചുകൊണ്ട് പിടിച്ചു ബാക്കിലേക്ക് വലിച്ചു. മഹാദേവൻ രൂപേഷിനെയും കൊണ്ട് വേഗം അകത്തേക്ക് പോയി. കാശിയുടെ രൗദ്രഭാവം എല്ലാവർക്കും പേടിയാണ്. കാശി, നീ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഹൈപ്പർ ആകുന്നത്? വടക്കേടത്തുകാർ നമ്മുടെ ശത്രുവാണ്, അത് വർഷങ്ങളായി ഉള്ളതാണ്. അച്ഛാ, നിങ്ങളൊക്കെ മനുഷ്യരാണോ? ഒരു പാവം പെൺകുട്ടിയെ ചതിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണോ? നിങ്ങളുടെയൊക്കെ രക്തമാണ് വെടിയുണ്ട കൊണ്ട് ജീവനും മരണത്തിനും ഇടയിൽ കിടക്കുന്നത്. നിർമ്മല അപ്പച്ചി വെടിയുണ്ട കൊണ്ട് ഹോസ്പിറ്റലിലാണ്. അവൾ ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല. അവൾ വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ മരിച്ചു കഴിഞ്ഞതാണ്. കാശി, നീ നിൻ്റെ കാര്യം നോക്ക്. സുനന്ദ, നിൻ്റെ മോനെയും വിളിച്ച് കൊണ്ടുപോ, എൻ്റെ ക്ഷമ പരീക്ഷിക്കാതെ. സദാശിവൻ്റെ അട്ടഹാസം കേട്ടതും സുനന്ദ കാശിയെയും പിടിച്ചു വലിച്ച് അവിടെ നിന്നും പോയി. കൃഷ്ണൻ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. കൗസല്യയുടെ വാക്കുകൾ അയാളുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ചേച്ചി! ദർശനം വിളിച്ചുകൊണ്ട് ദുർഗയുടെ അടുത്തേക്ക് വന്നു. അവൾ അനിയത്തിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. മോളെ, ഞാൻ ചെയ്ത മഹാപാപമാണ്. അയാളെ ഞാൻ എന്നേക്കാളേറെ വിശ്വസിച്ചു പോയി മോളെ. 4 വർഷം ആ കുറുക്കൻ്റെ കൗശലം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ മോളെ. സൈക്കാട്രിസ്റ്റായ ഞാൻ മോളെ. അവൾ കരച്ചിലിനിടയിലും പറയുകയാണ്. ആ രൂപേഷ് എന്നെ വിളിച്ചു കൊണ്ടുപോയി. ദുർഗ കാശിയുടെ വീട്ടിലെ ഓരോ അനുഭവവും പറയുകയാണ്. മോളെ, നമ്മുടെ കുടുംബം ഞാൻ കാരണം സമാധാനമില്ലാതെ ആക്കിയല്ലോ ഈശ്വര. കാശി എന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടുമ്പോൾ ആരും അറിയാതെ ആ ചെക്കനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഉറപ്പിച്ചിരുന്നു മോളെ. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞല്ലോ ചെറിയമ്മ. അയ്യോ, എൻ്റെ തെറ്റുകൊണ്ട് അവർ ബലിയാടായല്ലോ. ദൈവമേ! ചേച്ചി, ഇങ്ങനെ കരയാതെ, എല്ലാം ശരിയാകും. തെറ്റുകൾ മനുഷ്യ സഹജമല്ലേ. ചേച്ചി തിരുത്താനും ആഗ്രഹിച്ചതല്ലേ. ഇനിയുള്ളതെല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ. ചേച്ചി ഇരിക്ക്, ഞാൻ കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വരാം. ദർശന അവളെ സമാധാനിപ്പിച്ച് പോയ സമയം കൃഷ്ണൻ ഒരു ഗ്ലാസ് വെള്ളവുമായി ദുർഗയുടെ അടുത്തേക്ക് വന്നു. കയ്യിലെ 10-15 ഗുളിക ഗ്ലാസ്സിലേക്കിട്ട് സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി. ശബ്ദം കേട്ടുകൊണ്ടാണ് ദുർഗ തല ഉയർത്തി നോക്കിയത്. തൻ്റെ മുന്നിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നീട്ടിയ അച്ഛനെ അവൾ കൺചിമ്മാതെ നോക്കി. ഇത് കുടിക്ക്, ഇന്നത്തോടെ തീരട്ടെയെല്ലാം. അയാൾ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ലാതെ പറയുകയാണ്. ഗ്ലാസ്സിലെ വെള്ളത്തിൻ്റെ മങ്ങിയ നിറം കണ്ടതും അവൾ സംശയത്തോടെ അച്ഛനെ നോക്കി. കുടിക്ക്, ഇത് കുടിച്ചു കഴിഞ്ഞാൽ നീ പിന്നെ ഒരിക്കലും ഉണരില്ല. കുടുംബത്തിന് പേരുദോഷം വരുത്തിയ നീ ഇനി ഭൂമിയിൽ വേണ്ട. അയാൾ സമാധാനത്തിൽ പറയുകയാണ്. അച്ഛാ! അവൾ വിശ്വസിക്കാൻ പറ്റാതെ വിളിച്ചുപോയി. കുടിക്ക നീ. ജനിപ്പിച്ച എനിക്ക് ജീവൻ എടുക്കാനും മടിയില്ല. ദുർഗ ബെഡിൽ നിന്നും എഴുന്നേറ്റു. അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി കയ്യിലെ ഗ്ലാസ് വാങ്ങി വായ നിറച്ച് വെച്ച് അച്ഛൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അല്പാൽപ്പം തൊണ്ടക്കുഴിയിലൂടെ ഇറക്കിവിട്ടു. കൃഷ്ണൻ പെട്ടെന്ന് മുഖം മാറ്റി. പിന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഓവർഡോസ് സ്ലീപ്പിംഗ് പിൽസ് അകത്ത് കയറിയ പരാക്രമം ആ റൂമിൽ നിറഞ്ഞു നിന്നു. അവസാനം അവൾ കുഴഞ്ഞ് നിലത്തേക്ക് വീഴുമ്പോഴാണ് ദർശന വെള്ള ജഗ്ഗുമായി കയറി വരുന്നത്. ചേച്ചിയുടെ കിടപ്പിൽ പന്തികേട് തോന്നിയ അവൾ ഉറക്കെ നിലവിളിച്ചു. സെയിം ഹോസ്പിറ്റലിൽ ഒരേ വീട്ടിലെ 2 പേർ ICUവിലാണ്. രേണുക അലമുറയിട്ട് കരയുന്നുണ്ട്. കാർത്തികും അവൻ്റെ മകൻ കിച്ചു ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. ദർശന അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. കാശി രാത്രി ബാൽക്കണിയിൽ നിൽക്കുകയാണ്. അവൻ്റെ മനസ്സിൽ മുഴുവൻ വടക്കേടത്തെ വീടിനെ കുറിച്ചുള്ള ചിന്തകളാണ്. അവൻ ഷോർട്ടിൻ്റെ മുകളിലായി പാൻറ്റും ഒരു ടീഷർട്ടും ഇട്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു.